ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരീം ലാലാസ് വ്ളോഗ്സ്. പെണ്ണൂരാണ് കച്ചറ അത് എന്താ ഉളക്കാത. പിന്നെ അപ്പോൾ നമ്മളിവിടെ ഉള്ളത് വണ്ടൂർ വാത്താപ്പുള്ളത് കേട്ടോ. ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഒന്നുമില്ല, വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. ബേബി അമ്പിളിക്ക് റൗട്ടിങ് ഹലമോൾ, അവളെയും കൊണ്ട് ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയതാണ്. വീട്ടിലിരിക്കണമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തൊന്നും ഇങ്ങനെ ഇറങ്ങിയ കേട്ടോ. കാണിച്ചു തരാവേ. അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ കേസ് നമ്മൾ ഇൻട്രോ എടുത്തേക്കുന്നത് അവിടെ ചെന്നിട്ട് വണ്ടൂരിൽ നിന്ന് എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കരുവാരം കൊണ്ട് കിഴക്കേത്തല കഴിഞ്ഞ് കണ്ണത്ത് കഴിഞ്ഞ് കേരള സ്റ്റോപ്പിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് കട കണ്ടു. അത് അവിടെയുള്ള അടിപൊളി കടയാട്ടോ. അവിടെ എണ്ണക്കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ചായ കുടിച്ച് കടികളൊക്കെ കഴിച്ചിട്ട് എല്ലാം കഴിച്ചിറങ്ങിയപ്പോൾ പെണ്ണുവിൻ്റെ ഒരു ക്ലാസ്മേറ്റിനെ കണ്ടു, ചാടിയോടുള്ള. അപ്പോൾ അവരോടുമായിട്ട് കുറേ സംസാരിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് സന്തോഷങ്ങൾ പങ്കുവച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ കേസ് ഞങ്ങൾ ചായയൊക്കെ കഴിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് പെണ്ണുവിൻ്റെ ഒരു ക്ലാസ്മേറ്റിനെ കാണുകയും, പെണ്ണൂരെ കൂടെ പഠിച്ച ആളായിരുന്നു, അവരൊക്കെ സമപ്രായക്കാരായിരുന്നു. അവരോട് കുറേ സംസാരിക്കുകയും സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പെണ്ണൂന് സന്തോഷം, അവർക്കും സന്തോഷം, നമ്പറൊക്കെ കൈമാറുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി കാളികാവിലേക്ക് ലക്ഷ്യം വെച്ചു. കാളികാവ് ചെന്നിട്ട് ബേബിക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും വണ്ടിയിൽ കയറി ഞങ്ങളിങ്ങനെ പുറപ്പെടുകയാണ് കേസ്. അങ്ങനെ വാണിയമ്പലമായിരുന്നു ലക്ഷ്യം. വാണിയമ്പലത്തെ ഏതാണ്ടൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ പോയത് കേട്ടോ. പക്ഷേ ഞങ്ങൾ പോണ പോക്കിൽ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തു. യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ കാണുന്നുണ്ട്. പക്ഷേ മാപ്പിലടിച്ച് സെർച്ച് ചെയ്ത് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയി. ഞങ്ങൾ വിചാരിച്ച റൂട്ടിലേക്കല്ല എത്തിയത്. അപ്പോൾ ഞങ്ങൾ നേരെ വീണ്ടും തിരിച്ചു, വീണ്ടും അടിച്ചു നോക്കി, വീണ്ടും വഴിതെറ്റി കേസ്. അപ്പം ഞങ്ങൾക്ക് ആ ലക്ഷ്യം പാടിയപ്പോൾ നേരെ വണ്ടൂർ പിടിച്ചു. വണ്ടൂർ ടൗൺ സ്ക്വയർ ഉണ്ട്. അങ്ങനെ വണ്ടൂർ ടൗൺ സ്ക്വയറിൻ്റെ അടുത്ത് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ കടന്നിട്ട് അങ്ങനെ പോകണം. റെയിൽവേ ക്രോസ് കടന്നിട്ട് പോകണം. റെയിൽവേ ക്രോസ് കിടക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്ന് സംസാരിച്ച് അങ്ങനെ പോയി. നമുക്ക് അവിടെ എന്തൊക്കെയാണെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് പോകണം. ബേബിയൊക്കെ നേരത്തെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ പിള്ളേർക്ക് കളിക്കാൻ, ഓടിക്കളിക്കാൻ അത്രയ്ക്ക് ഉള്ളൂ. വേറെ സംഭവമൊന്നുമില്ലാന്ന് ബേബി പറഞ്ഞു. ചെറിയ നമുക്ക് ആദ്യമായിട്ടുണ്ടെന്ന് പോയി നോക്കാം. കാലമോൾക്കൊരു ഹാപ്പിനെസ്, അവൾക്ക് ചുമ്മാ ഒന്ന് പുറത്തിറങ്ങി നടക്കാനും ചുമ്മാ ഒന്ന് ഒറ്റ കറങ്ങാനും ഓടിച്ചാടി എടുക്കാനൊക്കെ അതൊക്കെയാണ് ലക്ഷ്യം. അല്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാന്നുള്ളതല്ല കേസ്. ഏതായാലും വാണിയമ്പലം റെയിൽവേ ക്രോസൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വീണ്ടും പ്രകൃതിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഏകദേശം കൊണ്ടുവരത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അമ്പിളിക്ക് വേണ്ടി ഒരു സമയം സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലാതെ നമുക്ക് എൻജോയ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഒരുപാട് എൻജോയ്മെൻറ്റിലൊന്നും വലിയ സംഗതി കാണുന്ന ആളുകളല്ലല്ലോ. പിള്ളേർക്ക് ഹാപ്പിനെസ് കൊടുക്കുക. അപ്പോൾ കണ്ടങ്ങൾ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള മുളകളും ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. വൻ സംഭവം എന്നൊന്നും പറയാൻ പറ്റില്ല. ചുമ്മാ നമുക്ക് ചിലവൊന്നുമില്ലാതെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ഒരു 7 മണി വരെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഇടുവാ. നമ്മളിടുക ഇതുണ്ട്. ഇത് വീടില്ലാത്ത വീഡിയോ, പെണ്ണുമ്പല്ലാത്ത വീഡിയോ അല്ല. പെണ്ണുണ്ട് കേസ് നിൽക്കണേ. നാല് ഉണ്ടോ? അകലെ അകലെ നീലാകാശം ആരെ കാട്ടിയത്? കാട്ടിയത് ബേബി ബേബി ആരാ?
ഏ വാച്ചിൻ്റെ ചെറിയതുള്ളതല്ലേ ഒരു നീരത് വരുന്നത് അതിവിടെ ഉണ്ട് അപ്പോൾ ബേബിൻ്റെ പുയ്യാപ്പിളയുമായിട്ട് സംസാരിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ ഇത് അമ്പിളിയും പെണ്ണും അങ്ങനെ കളിച്ച് കിടക്കണമില്ലേ. അമ്പിളിക്ക് ഹാപ്പിനെസ് ഉണ്ട്, നല്ല ഹാപ്പിനെസ്. ഞങ്ങൾ വൈബ് വൈകുന്നേരം ലേറ്റൊക്കെ ഇട്ടപ്പോൾ വേറൊരു വൈബാണ്. ചുമ്മാ ഒരു രസം, ഇത്രേ ഉള്ളൂ. ഭയങ്കര സംഭവമൊന്നും പറയാനൊന്നുമില്ല. ഇവിടെ പരിസരത്ത് അടുത്തുള്ള ആളുകൾക്ക് വലിയ മുതൽ മുടക്ക് പൈസ ചിലവില്ലാതെ സമയം കളയാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുട്ടികൾക്ക് ചെറിയൊരു എൻജോയ്മെൻറ്റ് കൊടുക്കാമെന്ന് മാത്രം. ചെറിയ ഊഞ്ഞാലുകൾ മാത്രമേ ഉള്ളൂ, വൻ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. മെയിൻ ഇതൊക്കെ തന്നെയാണ്. കുറച്ച് സമയം വന്നിരിക്കുക, സംസാരിക്കുക, കുട്ടികളൊക്കെ ആയിട്ട് കുട്ടികൾക്കൊന്ന് ഓടിച്ചാടി നടക്കാനും അതിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. അമ്പിളി കേട്ടോ, അമ്പിളിക്കാരും പിടിക്കണ്ട, ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു അവളുടെ ആഗ്രഹം. വീട്ടിലിപ്പോൾ അതിനുള്ള സൗകര്യമൊന്നുമില്ല. വീട്ടിലാകെ 10 അടി മുറ്റല്ലേ ഉള്ളൂ, പിന്നുള്ളതൊരു കിടങ്ങ് വഴിയാണ്. അപ്പോൾ അതൊന്നും വലിയ സുഖമൊന്നും പോരാ അമ്പിളിക്ക് പുറത്തിറങ്ങി അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി തന്നെ വേണം. മറ്റേത് വീട്ടിനകത്തേക്കുള്ള ഓടിച്ചാടി നടപ്പല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവളുടെ ഹാപ്പിനെസ് കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിയത് ഗെയ്സ്. അപ്പോൾ വണ്ടൂർ ടൗൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വലിയ വൻ കാര്യങ്ങളും വൻ സംഭവങ്ങളൊന്നുമില്ല. ചുമ്മാ വൈകുന്നേരം സന്ധ്യയിൽ കുറച്ച് നേരം സംസാരിച്ചിരിക്കാം, പിള്ളേരെയൊക്കെ അധികാരിച്ച് വിളിക്കാം. താഴെ നല്ല ഹോട്ടലുണ്ട്, അവിടെ കയറി ഭക്ഷണം കഴിക്കാം. നേരെ താഴെ തന്നെ മറ്റേ നമ്മളെ വണ്ടൂർ കാളികാവ് റൂട്ടും വന്ന് നേരെ പാണ്ടിക്കാട് റൂട്ടുമേക്ക് ഒരു ബൈപ്പാസ് ഉണ്ട്. അവിടെ നല്ല അവൽ മിൽക്കിൻ്റെ കടയുണ്ട്. ബേബിക്ക് അവൽ മിൽക്ക് കഴിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ പ്ലാനുകളൊക്കെ നേരെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ലൈറ്റും സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, ചെറിയ ഊഞ്ഞാലുകൾ, വൻ ഊഞ്ഞാലുകളൊന്നുമില്ല, ഈ ചെറുതന്നെ ഉള്ളൂ. ചെറിയ പിള്ളേർക്ക് കുറച്ച് സമയം നമ്മൾ കളിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. പിന്നെ രക്ഷിതാക്കൾക്ക് വലിയ കാശ് മുടക്കൊന്നുമില്ല. തണലും കൊണ്ട് കുറച്ച് സമയം ഇരിക്കാം. കപ്പിൾസ് കുറേ ആളുകൾ വന്നിട്ടുണ്ട്, ഫാമിലീസ് കുറേ പേരുണ്ട് ഇവിടെ. നമ്മൾ ആരെയും ശരിക്കും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ലോങ് വീഡിയോ ഒക്കെ എടുത്താണ്, ആരെയും എടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേജ്, ഒരു വേദി പോലത്തെ സ്ഥലമാണ് കേട്ടോ. അവിടെ ഒരു ഫ്ലോർ, നല്ല കളിക്കാനൊക്കെ എന്തെങ്കിലും കലാപരിപാടികളൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്. അവിടെ മൊത്തം ബാൽക്കണി പോലെ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ട്. അത്യാവശ്യം കലാപരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ടാവുമായിരിക്കും, കാരണം ഇത് പൊതുമുതലാണല്ലോ. ബ്ലോക്കിൻ്റേതായിരിക്കും എന്നാണ് തോന്നുന്നുണ്ട് എനിക്ക് കണ്ടിട്ട്, അല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനതൊന്നും എടുത്തിട്ടില്ല, പകർത്തിയിട്ടില്ല. അതിനകത്തൊരു കാര്യങ്ങൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൈകുന്നേരം ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. എന്തായാലും ഇതിൽ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നിങ്ങൾ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഓക്കെ. നമ്മൾ വണ്ടൂരിൽ നിന്ന് കാളികാവിന് പോകുമ്പം അങ്ങോട്ട് വലത്ത് ഭാഗത്തേക്ക് ഒരു ബൈപ്പാസ് ഉണ്ട്. നേരെ നമ്മളെ പെരിന്തൽമണ്ണ ബൈപ്പാസ് റൂട്ട്, പെരിന്തൽമണ്ണ പാണ്ടിക്കാട് ബൈപ്പാസ് റൂട്ടുണ്ട്. അവിടെയുള്ളൊരു സ്ഥാപനമാണിത്. ഷവായാണ്. നല്ല അടിപൊളി, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഷവായാണ്. ഭയങ്കര സെറ്റപ്പാണ് എല്ലാ പരിപാടികളും. ഇവിടുത്തെ ടേസ്റ്റ് ആട്ടോ സംഗതികളൊക്കെ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് വലിയ കുഴപ്പമില്ലാത്ത ചെറുതോതിൽ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഓക്കെ, അസ്സലാമു അലൈക്കും.